അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ മാനസിക രോഗി സ്ഥിരം ഇപ്പോൾ എൻ്റെ ഒന്നുകിൽ വീഡിയോ കാണലും എൻ്റെ പോസ്റ്റ് വായിക്കലുമാണ് ഇയാളുടെ തൊഴിൽ. ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചു പോയി, അഡിക്റ്റായിപ്പോയി, ഭ്രാന്ത് പിടിച്ചു പോയി. അപ്പോൾ ആ ഭ്രാന്ത് പിടിച്ചെണ്ണ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, എൻ്റെ എഴുത്തുകൾ കണ്ടിട്ട് അതുപോലെ എഴുതാനുള്ള കഴിവില്ല. എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ ജീവിതത്തിൽ? അപ്പോൾ അതുപോലെ എഴുതാനോ ഒരു ചാനൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കാനോ ഉള്ള കഴിവ് ഈ തെണ്ടിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അസൂയ മൂത്ത് കുശുമ്പെടുത്ത് സ്വന്തമായിട്ട് വളർന്നു വരാൻ വയ്യ, സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതി മുന്നോട്ട് വരാൻ വയ്യ, സ്വന്തമായിട്ട് ചാനലിട്ട് വരാൻ വയ്യ, സ്വന്തമായിട്ട് ഒന്നും ചെയ്ത് മുന്നോട്ട് വരാൻ വയ്യാത്തതിന് ഇത്തരത്തിലുള്ള വിവരദോഷികൾ, കഴിവില്ലാത്തവർ. ഇന്നലെ ഞാൻ ഇവന് ഒരാട്ട് കൊടുത്തതാണ്. എന്നിട്ടും ഒരാണുങ്ങളായ ഇത്തിരിയെങ്കിലും മാന്യത, ഇത്തിരിയെങ്കിലും ഉളുപ്പ്, എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വരുക. ഇവനെയൊക്കെ ആണെന്ന് പറയാവോ? ആണുങ്ങളായാൽ എന്ത് വേണം? ഇത്തിരിയെങ്കിലും ഒരു മാന്യത വേണം, ഒരന്തസ് വേണം. ഇവനെങ്ങാണ്ട് അന്തസ്സില്ലാത്ത, മാന്യതയില്ലാത്ത ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിന്റെ എഴുത്തുകളിൽ തൂങ്ങി കടിച്ചു തൂങ്ങി നടക്കുന്ന ഒരു വാലെപ്പെറുക്കിയാണ്. കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഇവനെ ഇന്നലെ ഞാൻ കാണാൻ കൊള്ളാത്തവനെന്നും കഷണ്ടി തലയനെന്നും മുടിയില്ലാത്തവനെന്നൊക്കെ ഇവനെ വിളിച്ചു. ഇവനെ അത് നന്നായിട്ട് കൊണ്ട് എത്രമാത്രം കൊള്ളാവോ അത്രമാത്രം അങ്ങോട്ട് കൊണ്ടിട്ട് ഭ്രാന്ത് കയറിയങ്ങ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ ലോകത്തെ ആകമാന ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവന് ജോലിയുണ്ട്, ഹോസ്പിറ്റലിൽ എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാഗചേച്ചീനെ പേടിയില്ലാത്തവനൊന്ന്. അവന് പേടിയെന്നല്ല മോനെ പറയുന്നത്, നാണമില്ലാത്തവനെന്ന് വേണം അവൻ പറയണ്ട. പേടിയല്ല, ഒരു നാണവമാനവും ഇല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാന്യത, അതില്ല. അവനവനോട് തന്നെ ഒരു മാന്യത വേണം, ബഹുമാനം വേണം. ഞാൻ എന്തിനാണ് ഒരു പെണ്ണിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ പോകുന്നത്? എനിക്കൊരു കുടുംബമില്ലേ, ഞാനൊരാണല്ലേ, എനിക്കൊരു കുടുംബമില്ലേ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ കയറി നടക്കത്തില്ല. ഇത് എന്നോടുള്ള പേടിയല്ല, ഇവൻ എന്നോടുള്ള കഴപ്പ്. അതായത് എൻ്റെ അത്രത്തോളം എത്താനുള്ള കഴിവില്ല, എഴുതാനുള്ള കഴിവില്ല, വരയ്ക്കാനുള്ള കഴിവില്ല, സംസാരിച്ച് നിൽക്കാനുള്ള കഴിവില്ല. ഇവനൊരു 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. വിറയ്ക്കും. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവന്മാര് മറ്റുള്ളവരോട് തർക്കിച്ചും വിമർശിച്ചുമാണ് പേരെടുക്കാൻ നോക്കുന്നത്. ചുളുവിൽ ഒരു പേരെടുപ്പാണിത്. പക്ഷേ ഇവനെ നന്നായിട്ട് ഞാൻ അങ്ങോട്ട്, നിങ്ങൾക്ക് പറയത്തില്ലേ ബോഡി ഷെയിം എന്ന്, അത് നന്നായിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്ത്. കാരണം അത് ഉള്ളത് തന്നെ. അതാണ്ട നോക്ക്, ഇവിടെ തലയ്ക്കകത്തില് രോമമില്ല, രോമമില്ല. കാണാൻ കൊള്ളാവോ? നിങ്ങൾ തന്നെ നോക്ക്, ഒരു ഭംഗി പോലും ഇല്ല. അവന്റെ പെണ്ണും പിള്ളക്ക് ഇവൻ വലിയ സുന്ദരനായിരിക്കും, പക്ഷെ എന്റെ കാഴ്ചയിൽ കാണാൻ പോലും കൊള്ളത്തില്ല. വിവരം അല്പം പോലും ഇല്ല. ഒരു മാന്യനായിരിക്കണ്ടേ? അന്യൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഒരു അല്പമെങ്കിലും മാന്യതയും ഉളുപ്പും ഒക്കെ ഉള്ളിൽ വേണം. നമ്മുടെ ആണുങ്ങളായാല് ഇത്തിരി ഉള്ളിലെങ്കിലും അത് വേണം. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, മനാഫ് എന്ന് പറയുന്ന ആളിനോട് പറയുന്നു, അന്യ പെണ്ണുങ്ങളോട് നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊരു മാന്യത വേണം. കാരണം അത് നമ്മുടെ സ്വന്തം പെണ്ണല്ലെന്നും
അത് എവിടെയോ കിടക്കുന്ന അന്യ പെണ്ണാണെന്നുള്ള ഒരു മാന്യത ഏതൊരാണിനും വേണം. കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് ഒരാണും നിന്നു കൊടുക്കരുത്. മനസ്സിലായോ? ഒരു 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 ആണും വായിലിരിക്കുന്ന കണ്ട് ആ പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒരാണ് നിന്നു കൊടുക്കല്. പക്ഷെ ഈ അലവലാതി അങ്ങനല്ല. സന്തോഷ് കോട്ടയം. അപ്പൊ അവനെ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോഴത്തേന് അവന് നന്നായിട്ട് അതങ്ങ് കൊണ്ടുകയറി, മനസ്സ് കീറി മുറിച്ച് വന്നിരുന്ന് എഴുതിയതാ. ഞാൻ ഇന്നലെ ഒരു എഴുത്തും കൂടെ എഴുതിയപ്പോ ആ എഴുത്ത് വായിച്ച് അവനങ്ങോട്ട് ആ എഴുത്തിലെ മനോഹരമായ എന്റെ എഴുത്തുകളുടെ ആ പോസിറ്റീവ് താങ്ങാൻ പോലുമുള്ള കരുത്തില്ലാതെ വന്നു ഈ തിണ്ടിക്ക്. മനസ്സിലായോ? ഈ തെണ്ടിക്ക് ആ എഴുത്ത്, അതായത് ഞാൻ എന്റെ ആ എഴുത്തിനെ പോലെ താങ്ങാൻ കഴിയാതെ വന്നു ഈ തെണ്ടിക്ക്. കാരണം ആ തെണ്ടിയെ കുറിച്ചല്ല ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ എന്റെ ജീവിതവും എന്നെക്കുറിച്ചുമാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ തെണ്ടിക്ക് അതിനെപ്പറ്റി ചോദ്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾ തന്നെ അന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മനസ്സിലൂടെ പോകുന്ന, എന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒഴുകി ഒഴുകി എത്തുന്ന വാക്കുകളെ ഞാനിവിടെ കഥകളായും കവിതകളായും നിരൂപണങ്ങളായും സാഹിത്യമായും ചിലപ്പോൾ സംസാരങ്ങളായും ഇവിടെ എഴുതിയും പറഞ്ഞും വെക്കുന്നു. അപ്പൊ അങ്ങനെയൊന്നുമുള്ള കഴിവ് ഈ നാറിക്കില്ല. നാഗു, അവനെ വിടരുതെന്ന്. ശിവ, ഇവിടെ ഞാൻ വിടത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ കൂടുതൽ ഭ്രാന്ത് പിടിക്കട്ടെ. ഇവനെ വിടത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവനെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അവന്റെ ഭാഷ എന്തിനാണ് ഞാൻ അതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് അവന്റെ ഭാഷകൾ വളരെ മനോഹരമാണെന്ന് അവൻ പറഞ്ഞു. അവ മറ്റുള്ളവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ ഭാഷകൾ താണ്ടി ഇതാണ്. ഒരാളോട് സംസാരിക്കുന്ന ഭാഷ ഇതാണ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ താൻ സ്വയം മാന്യനാണെന്ന് പറയാൻ സാധിക്കും? ആണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ, എടി ദിവ്യ. എടി ദിവ്യെന്ന് എന്നെ വിളിക്കുമ്പോൾ പോടാ പൊട്ട, പോടാ കാണാൻ കൊള്ളാത്തവനെ, പോടാ വിവരദോഷി എന്നേ ഞാൻ തിരിച്ചു വിളിക്കുള്ളൂ. അല്ലാതെ ഇത്തരം ആണിനോട് എനിക്ക് ഒരു ബഹുമാനവും തോന്നത്തില്ല. പെണ്ണിന്റെ വായിലിരിക്കുന്നത് എരന്ന് വന്ന് വാങ്ങാൻ വരുന്നവനോട് എനിക്ക് ഒരു ബഹുമാനവും തോന്നത്തില്ല. മലിനമായിട്ട് ഞാൻ ഈ മുഖത്തെയും എഴുത്തിനെയൊക്കെ കാണത്തുള്ളൂ. സന്തോഷ് കോട്ടെ. എടി ദിവ്യ, നീ ഉടനെ തന്നെ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് പോകും. അതായത് ഞാൻ അവിടെ എഴുതിയിട്ടപ്പോഴാ ആ എഴുത്തിനെ വായിച്ചിട്ട് ഇയാൾക്കാണ് ഭ്രാന്ത് പിടിച്ചത്. മനസ്സിലായോ? ഇയാൾക്കാണ് ഭ്രാന്ത് പിടിച്ചത്. ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ ചിരി വരില്ലേ? എന്റെ പേജിൽ അതും എനിക്ക് വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന എന്റെ പേജിൽ ഞാൻ പിന്നെ എന്റെ കാര്യമല്ലാതെ പിന്നെ മറ്റുള്ളവരുടെ കാര്യം വേണോ പറയേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ തന്നെ ഒരു ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി പൈസ, അതായത് നിങ്ങളുടെ ജോലിയാണെന്ന് കരുതുക. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പേജില് നിങ്ങളെപ്പറ്റിയല്ലേ പറയേണ്ടത്? അത് മറ്റാരെ കുറിച്ചെങ്കിലും ആണോ പറയേണ്ടത്? ഒരിക്കലുമല്ല. അവിടെ നിങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? എന്നെ കുറിച്ച് പറയുമ്പോൾ ഇവൻ പറയുകയാണ് മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് പോകൂ എന്ന്. ശരിക്കും ആരെ ഇവിടെ അങ്ങനെ പോകേണ്ടത്? ഇവനാണ് പോകേണ്ടത്. അവനെ വേണം കൊണ്ടുപോകണ്ട. അതുകൊണ്ട് അവനെ ഞാൻ കൊണ്ടുപോയി എന്റെ മെന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇവൻ ഇവിടെ എഴുതിയിടുന്ന എല്ലാം ഞാൻ എടുത്തുകൊണ്ട് ആ ചാനലിൽ കൊണ്ടിട്ട്
ഞാന് പൈസ വാങ്ങിക്കുക, ആ ചാനലിൽ നിന്ന് പോയി ഓടി കിട്ടുന്ന കാശ് ഞാൻ തന്നെ എടുത്ത് ഉപയോഗിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവൻ മഹാപൊട്ടനല്ലയോ? അന്നേരം വിഡ്ഢിയല്ലേ? ഇവന് വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞ എനിക്ക് ചിരി വരുന്നത്. അത് ഇവൻ വെറും വിഡ്ഢിയാണെന്ന് ഇവന് മനസ്സിലാവണമെങ്കിൽ ഇവന് എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവ സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ട് അവൻ എന്തൊക്കെയാണോ എഴുതുന്നത്, പറയുന്നത്, വീഡിയോ എല്ലാം ഇവ സ്വന്തമായിട്ട് എടുത്തിടണം. അപ്പോഴാണ് അവൻ എത്രമാത്രം വിഡ്ഢിയായിരുന്നു, മരപ്പൊട്ടനായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നത്. സ്വന്തമായിട്ട് ആദ്യം എഴുതാനുള്ള കഴിവുണ്ടാണ്. ആ കഴിവ് ഇവനില്ല. ആ കഴിവെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവൻ അതിനുള്ള നേരവുമില്ല, കഴിവുമില്ല. അപ്പൊ അവന്റെ കഴിവില്ലായ്മയൊക്കെ മറ്റൊരാളിലെ അവ ഭ്രാന്തായിട്ട് ചുമത്തുകയാണ് ചെയ്യുന്നത്. ഉണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. നിന്റെ ഈ ഭ്രാന്തു പറച്ചിൽ കണ്ടാലറിയാം ഉറപ്പായും നിനക്ക് ചികിത്സ ആവശ്യമാണ്. നിന്റെ ഓരോരോ വീഡിയോകൾ കണ്ടാലറിയാം നിന്റെ വട്ട് എത്ര ഭീകരമാണെന്ന്. സത്യം പറഞ്ഞ് ഈ മരപ്പൊട്ടൻ ഒരു വീഡിയോ ചെയ്താൽ തീരാവുന്ന കുഴപ്പമേ ഈ നാറിക്കുള്ളൂ. അവൻ ഈ ക്യാമറ മുന്നിലേക്ക് എടുത്തു വെച്ച് അവന്റെ ആ വൃത്തികെട്ട മോന്തയിൽ ഒരു വീഡിയോ ചെയ്ത് അവൻ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കി ഇടണം. അപ്പോഴേ അവൻ മനസ്സിലാവത്തുള്ളൂ അവൻ എത്രമാത്രം വിഡ്ഢിയായിരുന്നു എന്ന്. ഈ ലോകത്തുള്ളവരെല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്നതെല്ലാം വട്ടാണോ? സത്യം പറഞ്ഞ പൊട്ട, നിന്നെ വെച്ച് ഞാൻ കുറെ കാശുണ്ടാക്കും. എന്ത് ചെയ്യും? ഓരോരോ വീഡിയോകൾ കണ്ടാലറിയാൻ നിന്റെ വട്ട എത്ര ഭീകരമാണ്. ഭ്രാന്തന്മാർ കാട്ടുന്ന എല്ലാ പണികളും നീ കാട്ടുന്നു. ശരിയാണ്, നീ പറഞ്ഞ സത്യമാണ്. ഭ്രാന്തന്മാർ എന്തെല്ലാം കാട്ടുന്നുണ്ടോ അതെല്ലാം നീ എന്റെ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്ന് കാട്ടുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിവരമുള്ളവന്മാരെ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഇത്രയും സമയം കളയോ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ? അങ്ങനെ അഥവാ ആരെങ്കിലും അങ്ങനെ കളയുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് തന്നെ ചിരി വരും. ഇവനാണ്ട് എസ്ഐ ആണ് എഴുതി വെച്ചേക്കുന്നത്, നിരൂപണം എസ്ഐ എഴുതി വെച്ചേക്കുക, ഉപന്യാസം. എടാ തൊലിങ്ങവനെ, നീ ഈ എന്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എസ്ഐ എഴുതി വെക്കുന്ന ആ സമയം കൊണ്ട് നീ വല്ല പിള്ളേരെ പഠിപ്പിക്കാൻ പോവാ. അതെങ്ങനെ പിള്ളേരെ പിടിക്കരുത്? നീ പിള്ളേരെ ഒന്നും പഠിപ്പിക്കരുത്. ഞാൻ പറയുന്നത് നീ ഒന്നും ചെയ്യാതെ ഒരിടത്ത് അങ്ങ് ഇരുന്നാ മതി. കാരണം അക്ഷരം പഠിച്ചവനാണെങ്കിൽ ആ അക്ഷരം കൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യും. നിനക്ക് നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവില്ല. മനസ്സിലായോ? നീ 10 അക്ഷരം പഠിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ആ അക്ഷരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നീ തുനിയും. പക്ഷെ നിനക്ക് അവന്റെ സമനില തെറ്റിയെന്നാ തോന്നുന്നത്. നാഗു സൈഫ, ശരിക്കും അയാളുടെ സമനില തെറ്റി. നമുക്ക് മൊത്തം ഒന്ന് വായിക്കാം. എടി ദിവ്യെ, നീ ഉടനെ തന്നെ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് പോകും. നിന്റെ ഈ ഭ്രാന്തു പറച്ചിൽ കണ്ടാലറിയാം ഉറപ്പായും നിനക്ക് ചികിത്സ ആവശ്യമാണ്. നിന്റെ ഓരോരോ വീഡിയോകൾ കണ്ടാലറിയാം നിന്റെ വട്ട് എത്ര ഭീകരമാണെന്ന്. ഭ്രാന്തന്മാർ കാട്ടുന്ന എല്ലാ പണികളും നീ കാട്ടുന്നു. കുത്തി വരയ്ക്കുന്നു, പാടുന്നു. അതായത് ഞാൻ മനോഹരമായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ വരയാണ് അവന്റെ കാഴ്ചയിൽ അത് കുത്തിവരപ്പായിട്ടാ തോന്നുന്നത് കേട്ടോ. ഭയങ്കര അസൂയാലുവാ. പടം വളരെ മനോഹരമായി വരയ്ക്കുന്നതിനെ കുത്തിവരപ്പായിട്ട് കാണുക. ഇതുപോലെ അസൂയ പിടിച്ച ഒരു മൈരൻ. ഇനി ബാക്കി വായിക്കാം. പാടുന്നു, തുണി പറിച്ചാടുന്നു. പാടുന്നത് ഇവൻ പറയുന്നത് മനസ്സിന് സമനില തെറ്റിയതുകൊണ്ടാണ് പാടുന്നതെന്നാണ്. അപ്പൊ ഈ ലോകത്തുള്ളവരെല്ലാരും പാടുന്നത് മാനസിക നില തെറ്റിയവരാണോ? അതുപോലെ ഒരു തുണി പറിച്ചാടുന്നത് എനിക്കറിയത്തില്ല.
ഇനി അവന് ഏതെങ്കിലും പോൺ വീഡിയോ കണ്ടു കാണും. അതിനകത്തിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ മുണ്ടും കോണാനും ഇല്ലാതെ തുണിയും പറിച്ച് ആടുന്നത് ഇവൻ കണ്ടു കാണും. അത് നാഗയാണെന്നാണ് ഇവന്റെ മനസ്സിൽ അവൻ കരുതി വെച്ചേക്കുന്നത്. എടാ നാറി, അത് ഞാനല്ല. അവരെ തിരുമോന്ത എടാ സന്തോഷ് കോട്ടയാണ് പരമനാരി തെണ്ടി. നീ ഏതോ കുത്തുവീഡിയോ ഇരുന്ന് കണ്ടിട്ട് അതിനകത്തില് പെണ്ണുങ്ങൾ ഇരുന്ന് തുണിയും പഠിച്ച് പറിച്ച് ആടുന്നത് നീ കണ്ടു കാണും. അത് ഞാനല്ലടാ തെണ്ടി. നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഏതോ കുത്തു വീഡിയോ കണ്ടത് അത് ഞാനല്ല, അത് വേറെ ഏതോ ഒരു പെണ്ണാ. മനസ്സിലായോ? നാഗാസൈരന്ധ്രി അല്ല അത്. നാഗാസൈരന്ധ്രി തുണി ഉടുത്തോണ്ടാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. പിന്നെ പറയാൻ നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുന്നെന്ന്. എടാ തെണ്ടി, ഇവിടെ വന്ന് നീ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി ഇവിടെ ഉള്ള നാട്ടുകാരെ ഞാൻ ചീത്ത വിളിക്കുന്നുവെന്ന്. മനസ്സിലായോ? നിനക്കെല്ലാം തോന്നലാ. കാരണം നീ ഇവിടെ വന്ന് എഴുതി വെച്ച് ചീത്ത വിളിച്ച്, ഇന്നലെ തന്നെ എന്നെ ചീത്ത വിളിച്ച് എഴുതി വെച്ച്, ഇന്ന് നീ ഇത് ആവർത്തിക്കുന്നു. അപ്പൊ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നീ എന്നിൽ ചുമത്തുകയാണ്. ഒന്നത്. പിന്നെ വേറെ ഏതോ പെണ്ണുങ്ങളോ ആണുങ്ങളോ നിന്റെ അയൽവക്കത്തുള്ളവര് ആരെയൊക്കെയോ തെറി വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിന്നെ തെറി വിളിക്കുകയാണെന്ന്. നിന്റെ ഈ കുണം കൊണ്ട് നിന്നെയാണ് തെറി വിളിക്കുന്നത്. അപ്പോഴെന്താണ് നീ വിചാരിക്കുന്നത് നാഗയാണെന്ന? കാരണം എന്തെന്ന് വെച്ചാൽ നീ എന്നും രാവിലെ എണീറ്റ് എന്റെ വീഡിയോ കാണുന്നത് മൊത്തം നിനക്ക് നാഗയുടെ മുഖമാണ്. മനസ്സിലായോ? നീ ഇപ്പൊ നാഗയുഗത്തിലാണ് ജീവിക്കുന്നത്. ഇനി വാക്ക് നിന്റെ എഴുത്ത് വായിക്കട്ടെ. രാവിലെ തന്നെ ചിരിക്കാനുള്ള വകയുണ്ട്. ഈ നാറിയും കൊണ്ട് ഞാൻ ഇന്ന് കോമാളി. നീ അസലൊരു കോമാളിയാ. നീ എന്നെയാണ് കോമാളി എന്ന് പറയുന്നത്. നിന്നെ കൊണ്ട് ഇവിടെ ചിരിക്കാനുള്ള വകയുണ്ട്. നീ ആണ്ട് ഈ ലൈവിലോട്ട് നോക്ക്, ചിരിക്കുന്നുണ്ടോ? നിന്നെ കണ്ട ആളുകൾ പൊട്ടി ചിരിക്കും നിന്റെ ഈ എഴുത്തും വർത്തമാനവും കണ്ട്. നീ എന്നെ കോമാളി എന്ന് വിളിക്കുന്നു. നിന്റെ ഈ കോമാളിത്തരം വായിച്ചിട്ട് ആളുകൾ നിന്നെ കോമാളി എന്ന് പറയുന്നു. അവന്റെ സമനില തെറ്റിയതാണ് ആളുകൾ വന്ന് പറയുന്നത്. മനസ്സിലായോ? കോട്ടയത്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട് ചേച്ചിന്ന് ഷിജി മോഹൻ. കണ്ടോ? കോട്ടയത്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വരെ ആളുകൾ വന്ന് പറയുന്നു. നിനക്ക് വല്ല കാര്യം എടാ തൊലിഞ്ഞവനെ, മൊട്ടത്തലയെ, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ? അതാ പറഞ്ഞ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. നിനക്ക് ഒന്ന് ആളെടുക്കണം, പേരെടുക്കണം. അതിന് എത്രയോ നല്ല മാർഗങ്ങളുണ്ട്. നീ നല്ലത് ചെയ്തു വാ. നീയും സ്വന്തമായിട്ട് നിനക്ക് എന്നോട് നല്ല അസൂയയും കുശുമ്പും ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നീ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്ത് ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി അവിടെ നീ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു എഴുതിയൊക്കെ വെക്ക്. അപ്പൊ നിന്നെ ഈ കന്യാകുമാരി തൊട്ട് ഇപ്പൊ നിന്റെ വീടിന്റെ നിന്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. അതുപോലെ നിന്റെ നാട്ടിൽ കിടക്കുന്ന കുറച്ചു പേർക്ക് മാത്രം, നിന്റെ ബന്ധുക്കൾക്കിടയിലും മാത്രം നിന്നെ അറിയാം. വേറെ ആർക്കും നിന്നെ അറിയത്തില്ല. നിന്നെ അറിയപ്പെടാനാണ് നിനക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഫേസ്ബുക്കിനകത്തില് ഒരു വീഡിയോ ഇടണം, ഒരു പേജ് ഉണ്ടാക്കണം, അവിടെയും വീഡിയോ ഇടണം. യൂട്യൂബിലെ ചാനൽ ഉണ്ടാക്കണം, അവിടെയും വീഡിയോ ഇടണം. എന്റെ പൊന്നു കുഞ്ഞ്, കന്യാകുമാരി തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള ആളുകൾ നിന്നെ ഇട്ട് ഊക്കാൻ വരും. മനസ്സിലായോ? അതിന്റെ അടി വന്ന് നീ എന്തൊക്കെ വീഡിയോ ഇടുന്നുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അവര് പറയും. മനസ്സിലായോ? നിന്റെ വീട്ടുകാര്, നിന്റെ പെണ്ണുമ്പിള്ള ഒരുപക്ഷെ നിന്നെ കുരിച്ചു നിർത്തി കൂമ്പിനിട്ട് ഇടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിനക്ക് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നീ നാട്ടുകാരുടെ ഈ അടി നിനക്ക് കിട്ടിയിട്ടില്ല. കാരണം നീ ഒരു കിഴങ്ങനാണെന്ന് നാട്ടുകാർക്കറിയാം. അപ്പൊ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി ജീവിക്കുന്ന നീ ഒരു പരമ കിഴങ്ങനായതുകൊണ്ട് നാട്ടുകാർക്ക് നിന്നോട് സഹതാപം മൂത്ത് അവര് നിന്റെ മേല് കൈ വയ്ക്കാത്തതാ. കാരണം പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്നും അവൻ അടി കിട്ടുന്നുണ്ട്. എവിടെയോ കിടക്കുന്ന ഒരു നാഗാസൈരന്ധ്രിയുടെ വായിലിരിക്കുന്നതും നിനക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പെണ്ണുമ്പിള്ളയുടെ കയ്യിലിരിക്കുന്നത് 1, നാഗാസൈരന്ധ്രിയുടെ കയ്യിലിരിക്കുന്നത് 2. പിന്നെ ഇനി ഞങ്ങളും കൂടി ഇവന്റെ ദേഹത്ത് കൈ വെക്കണോ എന്ന് പറഞ്ഞ് സഹതാപം കൊണ്ട് നിന്നെ ആരും ഒന്നും ചെയ്യാത്തതാ.
നിനക്കിനി 4 പേരെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നിലൂടെ അറിയാനല്ല ശ്രമിക്കണ്ടേ. നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു വീഡിയോ ഇടണം. അപ്പോഴെന്താണ്, ആ വീഡിയോയ്ക്കകത്തില് പല ആളുകളും ചിലപ്പോൾ കേരളത്തിനകത്തും പുറത്തും ഉള്ളവരെല്ലാവരും വന്ന് നിന്നെ പറയും. അപ്പോഴാണ് നീ നിന്റെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കുന്നത്. നീ ഒരു മരപ്പൊട്ടനായിരുന്നെന്നും മരക്കിഴങ്ങനായിരുന്നെന്നുമൊക്കെ. മനസ്സിലായോ? നിനക്ക് പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് ചീത്തവിളി കേൾക്കുന്നുണ്ട് നിന്റെ ഈ സ്വഭാവത്തിന്. എന്റെ കയ്യിൽ നിന്ന് ചീത്തവിളി കേൾക്കുന്നുണ്ട്. എന്തിനാടാ നീ 2 പെണ്ണുങ്ങളുടെയും കയ്യിൽ നിന്ന് ചീത്ത വിളിച്ചിങ്ങനെ ജീവിക്കുന്നത്? എടാ പോയി മരിക്കടാ നീ. എന്തു മോന്തയാടാ ഇത്, തൊലിഞ്ഞ മോന്ത. നീ എന്നെ തവള മോന്ത എന്നൊക്കെ പറയുന്നുണ്ട്. എടാ നീ നോക്ക് ആരുടെ മുഖം തവളയുടെ കൂട്ടിരിക്കുന്നെന്ന്. നിന്നെ ഞാൻ കാണിക്കാം. താണ്ട. എടാ ഇതെന്ത് മോന്തയാടാ ഈ പണിഞ്ഞു വെച്ചേക്കുന്നത്? എടാ ഇതെന്ത് മോന്ത, നീ തന്നെ നോക്ക്. കാണാൻ കൊള്ളാവോടാ നിന്നെ? നിന്റെ മുഖം നീ കണ്ണാടിയിലോട്ട് നോക്കി, ഇത് എന്ത് രൂപമാണ്? ഇതാടാ തവള മോന്ത. മനസ്സിലായോ? തൂറി എറിയണ ഇവനെ നാഗച്ചേച്ചിന്ന്. ഞാൻ ഇപ്പൊ വരാം. ഇതങ്ങ് ഇപ്പൊ വരാം, ബാക്കിയുണ്ട്. ഇപ്പൊ വരാവേ. ഇതെന്ത് മുഖമാടാ? തൂറി എറിയണ ഇവനെ നാഗച്ചേച്ചി. എറിയൂ. ഇവനെ തൂറിയല്ലേ എറിയുന്നത്. ഇവനെ ഞാൻ ഇട്ട് ഇപ്പ വരപ്പിക്കും. നോക്കിക്കോ. ഇനി അവനെന്തുവാ, അവന്റെ എസ്സേ വായിക്കട്ടെ. ഓരോരോ വീഡിയോകൾ കണ്ടാലറിയാം നിന്റെ വട്ട് എത്ര ഭീകരമാണെന്ന്. വട്ടന്മാർ കാട്ടുന്ന എല്ലാ പണികളും നീ കാട്ടുന്നു. കുത്തി വരയ്ക്കുന്നു, പാടുന്നു, തുണി വരച്ച് ആടുന്നു. ഇവനേതോ പോൺ വീഡിയോ കണ്ട്, കുത്തു വീഡിയോ എങ്ങാണ്ട് കണ്ട്, അതിലെ കഥയിരുന്ന് പറയാം. എടാ മൈരെ, അത് ഞാനല്ല കേട്ടോ, വേറെ ഏതോ പെണ്ണ. നീ നന്നായിട്ട് ആ പെണ്ണിന്റെ മുഖം നോക്കണം. കാണുന്ന മൊത്തം നാഗയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതല്ലെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ള നിന്റെ മുന്നിൽ നിന്ന് തുണി വരച്ച് ആടുന്നതായിരിക്കും. നീ പെണ്ണുമ്പിള്ളയുടെ മുഖം നിന്റെ പെണ്ണുമ്പിള്ള തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് അത് നാഗയാണെന്ന് കരുതരുത്. കേട്ടല്ലോ? എടാ തുണി വരച്ച് ആടുന്നുണ്ടെങ്കിൽ നിന്റെ മുന്നിലെങ്ങാനും നിന്ന് ആടുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണുമ്പിള്ളയാടാ, അത് ഞാനല്ല. നീ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കി അത് ഞാനാണെന്നൊന്നും കരുതരുത്. മനസ്സിലായോ? ആ പെണ്ണുമ്പിള്ള നിന്നെ ഇട്ടിട്ട് പോകും. അത് നീ ആദ്യം മനസ്സിലാക്ക്. പെണ്ണുമ്പിള്ളയുടെ പുറത്ത് കയറി കിടന്ന് അടിച്ചോണ്ട് അത് ഞാനാണെന്നൊന്നും ഓർക്കല്ലേ. നാഗേന്നൊന്നും വിളിച്ചു കളയില്ല നീ. മനസ്സിലായല്ലോ? ആദ്യം പെണ്ണുമ്പിള്ളയായിട്ട് കാണാൻ ശ്രമിക്ക്. അവൻ പെണ്ണുമ്പിള്ളക്ക് ഇതുപോലെ നീ ഇതുപോലൊരു പ്രേമലേഖനം നീ പെണ്ണുമ്പിള്ളയ്ക്കൊന്ന് അയച്ചു കൊടുക്കുക. ഒരു പ്രേമലേഖനം എഴുതി വല്ലപ്പോഴും അതിനെ ഒന്ന് രസിപ്പിക്ക്, സന്തോഷിപ്പിക്ക്. പെണ്ണുമ്പിള്ള നിന്റെ കയ്യിൽ നിൽക്കും. എന്തി അവന്റെ തിരുമോന്ത എന്തി? നീ പെണ്ണുമ്പിള്ളയ്ക്ക് വല്ലപ്പോഴും എങ്കിലും, എനിക്ക് ഈ എഴുതുന്ന സമയം കൊണ്ട് ഇത്രയും സമയം നീ കളയാതെ നീ നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കൊന്ന് ഒരു നല്ല വാക്കൊന്ന് എഴുതി കൊടുക്ക്. ആണ്ടേ നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്ന് പറയുന്നു. അതെ, അനിപ്പോ എന്താ നിനക്കിരുന്ന് വിങ്ങുന്നോ? നിന്റെ ഏത് ഭാഗമായിരുന്നു വിങ്ങുന്നത്? അതെ, ഞാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണ്. അതിന് നിനക്കെന്താ കുഴപ്പം? ശാസ്ത്രജ്ഞയാണെന്ന് പറയുന്നു. അതെ, ഞാൻ ശാസ്ത്രജ്ഞയാണ്. അതിന് നിനക്കെന്താ കുഴപ്പം? നിന്റെ എന്തോ ഇരുന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിന്റെ എങ്ങാണ്ടൊക്കെ കിടന്ന് വിങ്ങി വരുന്നു അങ്ങ്.
അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഭാഷാ വിദഗ്ധയാണെന്ന് പറയുന്നു. അതെ, ഞാൻ നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ്. അതൊക്കെ നിനക്ക് എന്താണ് ഇത്ര വലിയ അസൂയ? എന്റെ എഴുത്ത് വായിച്ചിട്ട് അവന് തീരെ സഹിക്കുന്നില്ല കേട്ടോ. എന്റെ പേരിൽ ഞാൻ എഴുതിയിട്ടേക്കുന്നു, ആൾദൈവം ചമയുന്നു. അതെ, ഞാൻ ആൾദൈവമാണ്. ഞാൻ ദൈവമാടാ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഞാൻ കൂലി തരുന്നത്. നിന്നെ ഞാനിപ്പോ ഉണ്ടല്ലോ എന്റെ മെന്റൽ ഹോസ്പിറ്റലിലിട്ട് ചികിത്സിക്കുവാണ്. ഞാൻ ദൈവമാണ്. നിനക്ക് ദൈവമാണെന്ന് നിനക്ക് തോന്നാത്തത് എന്റെ കയ്യിൽ കുഴപ്പമാണോ കുഞ്ഞെ? നിന്റെ തിരുമോന്തെ അതിന് കൊള്ളത്തില്ലടാ. അങ്ങനെ ആവാനുള്ള കഴിവ് നിനക്കില്ല. നിന്റെ കഴിവുകേട്. അപ്പൊ ഞാൻ ദൈവമാണെന്ന് ഞാൻ പറയുന്നുണ്ടേ, നിന്റെ എവിടേക്ക് ഇരുന്ന് വിങ്ങുവാണ്. നിനക്കത് താങ്ങാൻ സകലശക്തിയില്ല. നിനക്കങ്ങ് ഭ്രാന്ത് പിടിക്കുക അത് കേൾക്കുമ്പോ. അതിന് ഞാൻ എന്ത് ചെയ്യാനോ കുഞ്ഞെ? എന്റെ അത്രത്തോളമുള്ള കഴിവ് നിനക്കില്ല. അപ്പൊ നീ ഒരാൾ ദൈവമാണെന്ന് നീ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് എങ്ങും വിങ്ങിലെടുക്കത്തില്ലായിരുന്നു. ഇനി മേലിൽ അവൻ എഴുതില്ല. ഹൃദയ അവനെ എഴുതാൻ വരും. കാരണം എന്താണെന്നോ മക്കളെ, അവനെ എഴുതാൻ വരത്തില്ലെന്നല്ല, അവനെ എഴുതാൻ വരും. അവനെ ഇതിലൂടെ 4 പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാ. മാത്രമല്ല, അവന് ശ്രദ്ധ പിടിച്ചു പറ്റുകയും വേണം. പിന്നെ അവന് പേരെടുക്കാൻ വേണ്ടിയാണ്. പേരെടുക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എന്നിട്ട് അവൻ പറയുന്നു ഭിക്ഷാടനം നടത്തുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇത്രയും പേര് ഈ ലൈവിലുണ്ട്. നിങ്ങളുടെ അടുത്ത് ആരുടെയെങ്കിലും വീടുകളിൽ ഞാൻ ഭിക്ഷാടനത്തിന് വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഇവന് മാത്രം എന്തോ അങ്ങനെ തോന്നുന്നത്? അവനപ്പോ കള്ളത്തരങ്ങളില്ലേ ഇവിടെ വന്ന് പറയുന്നത്? നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായി പറയുന്ന ചുരുക്കം ചിലർ സത്യത്തിൽ നിന്റെ ഈ ഭ്രാന്ത് കണ്ട് ഉള്ളിൽ പരിഹസിച്ച് ആസ്വദിച്ച് രസിക്കുന്നു. എടാ, അത് സത്യമായ കാര്യമാണ്. അതായത് നീ ഇവിടെ എഴുതിയിട്ട ഇത്രയും കാര്യങ്ങള് ആളുകൾ വായിച്ചിട്ടാണ്ട് ഇരുന്ന് ചിരിക്കുകയാണ്. അവരുടെ വർത്തമാനം തന്നെ കണ്ടില്ലേ? നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നീ നിന്റെ മനസ്സിൽ ഓരോ ചിന്തകളും പടർത്തി ആളുകൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അവളുടെ എഴുത്തുകൾ വായിച്ചിട്ട് ഉള്ളിൽ ചിരിക്കുകയായിരിക്കും. എടാ, നിന്റെ ഈ കോമാളിത്തരം വായിച്ചിട്ട് ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. നീ നിന്റെ തിരുമോന്ത എന്തിയേ? എടാ തെണ്ടി, നീ ഇപ്പൊ എഴുതിയിട്ടില്ലയോ? ഇതെല്ലാം കണ്ടിട്ട് ആളുകൾ ഉള്ളിൽ ചിരിക്കുകയാണ്. ഉള്ളിൽ ചിരിക്കുക മാത്രമല്ല, അവർ പുറമെ വന്ന് എഴുതിയും വെക്കുന്നുണ്ട്. അപ്പൊ നീ മനസ്സിലാക്കണം, നീയും ഇതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു പൊതുവേദിയിലേക്ക്, ഒരു സാമൂഹികപരമായിട്ടുള്ള രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിനക്ക് ഇതുപോലെയൊക്കെ വന്ന് സംഭവിക്കുമെന്ന് നീ സ്വയം മനസ്സിലാക്കണം. മനസ്സിലായോ? നീ ഇപ്പൊ നമ്മുടെ പബ്ലിക്കായിട്ട് ഇവിടെ വന്ന് എഴുതിയിട്ടില്ലേ? ആ പബ്ലിക്കായിട്ട് എഴുതിയിട്ടേ മറ്റൊരാൾ അത് പബ്ലിക്കായിട്ട് വീഡിയോ എടുത്ത് വെച്ച് നിന്റെ എഴുത്തെടുത്ത് ഇങ്ങനെ വായിക്കുന്നു. നിന്റെ എഴുത്ത് വായിച്ചിട്ട്, അതായത് എന്റെ പേജിലാണല്ലോ നീ എഴുതിയിട്ടത്. അപ്പോൾ ഞാനത് വായിക്കുന്നുണ്ടേ ആളുകളെല്ലാം വന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ ചിരിക്കുക, അവർ ആസ്വദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ തരുന്ന ഇത്തരം മറുപടി കേട്ട് അവര് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇല്ല ചേച്ചി, ഞാൻ എവിടെയും പറയാം. നമ്മൾ നന്നായി മാന്യമായി സംസാരിക്കുന്നു, അതുപോലെ തിരിച്ചു നിൽക്കുന്നു. അതിപ്പോൾ എന്നെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു വന്നാൽ ഞങ്ങളായാലും തിരിച്ച് മാത്. ചേച്ചി നല്ലത് പറഞ്ഞു, നമ്മൾ കൂടെയുണ്ട്. ഹൃദയ് കണ്ടോടാ, ആളുകൾ കണ്ടോ എന്റെ കൂടെയാണ്. എന്താ അവര് സപ്പോർട്ട് ചെയ്യുന്നത്? അവര് മണ്ടരായിട്ടല്ല, അവരും പറയുന്ന കേട്ടോ.
അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരും തിരിച്ച് ഇത് തന്നെ ചെയ്യുള്ളെന്ന്. മനസ്സിലായോ? ഓരോ മനുഷ്യരും ഇതാണ്. അവരെ എന്തെങ്കിലും പറയുവാണെങ്കിൽ അവരും തിരിച്ചതേ പറയുള്ളൂ. അപ്പോൾ അവര് അത് എൻ്റെ പേജിൽ വന്ന് അങ്ങനെ എഴുതിയിടുമ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. മനസ്സിലായോ? അപ്പൊ നീ ഇവിടെ എഴുതിയിട്ട് ഞാൻ നിനക്ക് മറുപടി തരുന്നു. ആളുകളെല്ലാം നന്നായിട്ട് അത് രസിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യേ നിന്നെ നമ്മൾ പറയുന്ന ചുരുക്കം ചില സത്യത്തിൽ നിന്റെ ഈ ഭ്രാന്ത് കണ്ട് ഉള്ളിൽ പരിഹസിച്ച് ആസ്വദിച്ച് രസിക്കുന്നു. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? നല്ല വഴി പറഞ്ഞു തരുന്നവരെ നീ ആക്ഷേപിക്കുന്നു. അയ്യാ, ഇതാണോടാ നല്ല വഴി? എടാ തൊലിഞ്ഞോനെ, നിന്റെ വഴി കൂടെ സഞ്ചരിച്ചാലുണ്ടല്ലോ അവരുടെ കഷ്ടകാലം. ഇവന്റെ വഴി കൂടെ ആരും സഞ്ചരിക്കരുത്. കാരണം അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന അവനവന്റെ ജീവിതവും ജീവിച്ചിരിക്കുന്നവരെ പോയി ചൊറിയാൻ ചെല്ലുന്നതല്ല നല്ല വഴിന്ന് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം കേട്ടോ. ഈ ലൈവ് കാണുന്നവരെല്ലാരും മനസ്സിലാക്കണം. ഒരാള് ആർക്കും ദോഷം ചെയ്യാതെ അവരുടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ചെന്ന് ചൊറിയാൻ ചെല്ലുന്നതല്ല നല്ല പ്രവർത്തനമെന്ന് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം. ഇവനെ ആരും അനുകരിക്കരുത്. ഇവൻ പറഞ്ഞു തരുന്നതാന്ന് പോലും നല്ല പ്രവർത്തനം. നീ നല്ല പ്രവർത്തനം ചെയ്തപ്പോ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നീ അങ്ങ് പാലിക്കുക. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണ്ട. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പോയാൽ നിനക്ക് ഇതുപോലെയൊക്കെ തിരിച്ച് വാങ്ങിക്കേണ്ടി വരും. എന്നോട് പറഞ്ഞു തരാൻ പറയില്ല കുഞ്ഞ്. നിനക്ക് ഇതല്ല, ഇതിനപ്പുറം നിനക്ക് കേൾക്കേണ്ടി വരും. ഇനി കാട്ടുതവളയെ പോലിരിക്കുന്ന നീ എന്നെ ബോഡി ഷേമിങ് നടത്തിയാലോ ചീത്ത വിളിച്ചാലോ ഒന്നും സത്യമല്ലാതാവുന്നില്ല. ശരിയാണ്. നിന്റെ തവളയുടെ മോന്ത പോലിരിക്കുന്നത് ആരാണ്? നീ നോക്ക്, നന്നായിട്ട് നോക്കടാ കിഴങ്ങ. നീ നോക്ക്, കഷണ്ടി തലയാ. കാണാൻ കൊള്ളാത്തവനെ, കണ്ണ് കൊള്ളത്തില്ല. നിന്റെ കഷണ്ടി തല, ഒരു ഒറ്റ മുടി പോലും ഇല്ല. കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ആ കാണാൻ കൊള്ളാത്ത ഒരു രൂപത്തിന് സന്തോഷ് കോട്ടയെന്ന് പറഞ്ഞിട്ട് പേര് വിട്ട് ആ നാടിനെയും കൂടെ അവമാനിക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യും? നീ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണൂന്ന്. അത് തന്നെയാണ് ഈ ലൈവിൽ വരുന്ന ആളുകളും പറയുന്നത്. നീ കാണണമെന്ന്. കോട്ടയത്ത് മാനസിക രോഗ ആശുപത്രി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നീ അങ്ങോട്ട് പോവണ്ട. അവിടെ കൊണ്ടിട്ടാലും നിന്നെയും കൊണ്ട് അവര് കാശുണ്ടാക്കും. മനസ്സിലായോ? നിനക്ക് എന്നും ഗുളികയും മരുന്നും ഒക്കെ അവിടുന്ന് തന്ന് ഒരു ചികിത്സയ്ക്കുള്ള വേണ്ടുന്ന ചെലവുകളെല്ലാം ആ ഹോസ്പിറ്റലുകാരങ്ങ് വാങ്ങിച്ചെടുക്കും. പിന്നെ നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഇല്ലാതാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനം വേണം. നീ നല്ലൊരു മാനസിക രോഗിയാണ്. നിന്നെ ഞാനെടുത്ത് എന്റെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എടുത്തിടുക. നീ എന്ന് ഇതുപോലെ വന്ന് എഴുതിയിട്ടോ? നിന്റെ പ്രാന്തൊന്ന് മൂക്കട്ടെ. നിന്നെ ഞാനെടുത്ത് എന്റെ മാനസിക ആരോഗ്യ കേന്ദ്രം, അതായത് മെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അവിടേക്ക് എടുത്തിടും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആളുകൾ അവിടെ കേൾക്കാൻ വരും. കേൾക്കാൻ വന്ന് ക്ലിക്ക് ചെയ്ത് അതിലൂടെ എനിക്ക് 10 പൈസ വരുമാനം ഉണ്ടാക്കും. അല്ലാതെ നിന്നെ വല്ല മെന്റൽ ഹോസ്പിറ്റലും പിടിച്ചിട്ടാല് അവിടെയുള്ള ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഒക്കെ പണിയാവും, അവർക്ക് ജോലിയാവും, അവർക്ക് അതിലൂടെ 10 പൈസ വരുമാനം കിട്ടുകയും ചെയ്യും. അങ്ങനെ നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായോ? നിന്നെ ഞാൻ എടുത്ത് എന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നിന്നെ അവിടെ ചികിത്സിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ദിവസവും നീ ഇങ്ങനെ എഴുതി വെക്കും. ആ എല്ലാം പറക്കി നിനക്ക് ഓരോ ഡോസ് തന്നിട്ട് ഞാൻ എടുത്ത് എന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യും. അവിടെ ഇട്ട് ആളുകൾ വന്ന് എന്റെ ഡോക്ടർമാർ, എന്റെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാര് വന്ന് നിന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവര് നന്നായിട്ട് രസിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. അതിലൂടെ എനിക്ക് 10 പൈസ വരുമാനം ഉണ്ടാവും.
അപ്പോൾ കോട്ടയത്തൊന്നും നിന്നെ ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നില്ല, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നെ ഇട്ട് ചികിത്സിക്കുക. ഇനി എന്തുവാ അവൻ എഴുതി വെച്ചേക്കുന്നത്? നീ ആ സുൽത്താൻ ഒരു മാന്യനായതിനാൽ പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് തന്നെ അദ്ദേഹത്തെ വിട്. എൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കാര്യം മാത്രം പറയണം. അവിടെ മറ്റു പലരെയും കൊണ്ടുവന്ന് ചേർക്കരുത്. മനസ്സിലായോ? കാരണം ആ വ്യക്തി വേറെ, ഞാൻ വേറെ. ഈ ലോകത്തുള്ള ഇതാണ് നിന്റെ കയ്യിൽ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്. താരതമ്യ പഠനം നീ ചെയ്യുക. അങ്ങനെ താരതമ്യ പഠനം ചെയ്യാനുള്ള വ്യക്തിയല്ല ഞാൻ. മറ്റൊരാളിനെ എന്നെയും കൂടെ വെച്ച് താരതമ്യം ചെയ്യരുത്. മനസ്സിലായോ? നിന്റെ പെണ്ണും പിള്ളയും നിന്നെയും കൂടെ വെച്ച് ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്യില്ല. കാരണം നിന്നേക്കാൾ എന്തുകൊണ്ടും അന്തസ്സും ആഭിജാത്യവും ആ പെണ്ണും പിള്ളയ്ക്കുണ്ട്. അതുകൊണ്ട് ആ പെണ്ണും പിള്ള ഇതിന്റെ അടിയിലെങ്ങും വന്ന് എഴുതി പിടിപ്പിക്കാൻ വരുന്നില്ല. അഥവാ ഇനി വന്നാൽ തന്നെ അവരെയും പിടിച്ച് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഇടും. അവര് നിന്നെപ്പോലെ ഇങ്ങനെ കണ്ട ആണുങ്ങളുടെ പേജിലൊക്കെ കയറി അവരെ നന്നാക്കാൻ പോകുന്നില്ല. നിനക്കാണ് അങ്ങ് നന്നാക്കൽ കൂടുതലിരിക്കുന്നത്. നന്നാക്കാൻ ഇറങ്ങുന്നവന്മാർക്ക് ഇതുപോലെ കൂലിയും കിട്ടും. നിനക്ക് നിന്റെ പെണ്ണുമ്പിള്ള നന്നാക്കിയേ പോരെ. നിന്റെ പെണ്ണുമ്പിള്ള പോരായ്മയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ തിരുമോന്ത എന്തിയേ? എടാ, നിനക്ക് നിന്റെ പെണ്ണുമ്പിള്ളയെ പോരായ്മയായിട്ട് തോന്നുവാണെങ്കിൽ അവളെ നീ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാവുന്നില്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന നാഗാസൈരന്ധ്രിയുടെ തോളയിലൊക്കെ കോണാത്തിനകത്ത് കയറാൻ വരരുത്. നാഗാസൈരന്ധ്രി അങ്ങ് നന്നാക്കി എടുത്തിട്ട് അതിലൂടെ നിനക്ക് അങ്ങ് എന്തെങ്കിലുമൊക്കെ ആയി തീരാമെന്ന് കരുതല്ലേ. നിന്റെ കയ്യിലിരുന്നുകൊണ്ട് നിന്റെ പെണ്ണുമ്പിള്ള നീ പറയുന്നത് കേൾക്കുന്നില്ല. മനസ്സിലായോ? നീ ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും പോയി നന്നാക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ, നിനക്ക് ഇതുപോലൊക്കെ കിട്ടിയെന്നിരിക്കും. കോട്ടയം തിരുനക്കര ഒരു മെന്റൽ ഹോസ്പിറ്റലുണ്ട്, അദ്ദേഹത്തെ കാണിക്കണം. ഇല്ല മക്കളെ, അവനെ അങ്ങോട്ടൊന്നും വിടുന്നില്ല. മനാബ് അവനെ അങ്ങോട്ടൊന്നും വിടുന്നില്ല. എൻ്റെ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഇട്ട് ഞാൻ അവനെ നന്നായിട്ട് ചികിത്സിക്കും. കൂടുതൽ അവന് വട്ടുപിടിക്കും. എന്ത് ചെയ്യേ? ഇന്ന് തന്നെ നിന്നെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിക്കുമായിരിക്കും. വല്ല തൊഴിലുറപ്പിനും പോടി, അതാണ് അന്തസ്. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് പോകണം. ആദ്യമായിട്ട് നീ നിന്റെ ജീവിതത്തിലെ തൊഴിലുറപ്പിന് പോയി ഒന്ന് ജോലി ചെയ്ത് 10 കാശുണ്ടാക്കി ആ കുടുംബം പോറ്റാൻ നോക്കൂ. എന്ത് ചെയ്യും? എടാ വേട്ടാവളിയ, എടാ കഷണ്ടിത്തലയ, ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞില്ലേ, എന്നെ പറഞ്ഞു വിടുന്നതിനേക്കാളും നല്ലത് എന്നെ പറഞ്ഞു വിട്ട് നീ അങ്ങനെ കാശ് മുമ്പാൻ നിൽക്കണ്ട. എനിക്കറിയാം, എന്നെ പറഞ്ഞ് ജോലിക്ക് വിട്ടിട്ട് ആ പൈസ നിനക്ക് വന്ന് ഒരു ഭാഗത്തേക്കൂടെ വന്ന് നിനക്ക് വാങ്ങിക്കാനുള്ള പണിയാണ് നീ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നെ പറഞ്ഞു വിടണ്ട. നീ സ്വന്തമായിട്ടങ്ങ് തൊഴിലുറപ്പിന് പോകും. നിന്റെ വീടിന്റെ അടുത്തൊക്കെ കാടും പടലും ഒക്കെ കാണും. അവിടെയൊക്കെ പോയി ചെന്ന് കാടും പടലും ഒക്കെ വെട്ടി തൊഴിലുറപ്പിന് പോയി നീ 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. എന്നെ തൊഴിലുറപ്പിന് പറഞ്ഞു വേണ്ട, നീ തന്നെ അങ്ങ് ചെയ്യ് കേട്ടോ. അല്ലെങ്കിൽ നീ പെണ്ണുമ്പിള്ളയുടെ കാലിന്റെ ഇടയിലുള്ള ആ കാടെങ്കിലും വെട്ടിക്കൊടുത്ത് നീ 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അവരോട് പറ, അതിനുള്ളത് കൂലി തരാൻ പറ കേട്ടോ. നീ തൊഴിലുറപ്പിന് അതും ഒരു തൊഴിലുറപ്പാ. അല്ലെങ്കിൽ നിന്റെ സാമാനത്തിന്റെ ഇടയിലുള്ള കാട് വെട്ടി നീ അവിടെ ഒന്ന് വൃത്തിയാക്ക്. അതും ഒരു തൊഴിലുറപ്പാ, സ്വയം തൊഴില്. മനസ്സിലായോ? നീ നിന്റെ ശരീരത്തിന് രോമം വെട്ടിയെടുത്തിട്ട് രോമം വെട്ടി അവിടെ സ്വയം തൊഴിൽ കണ്ടെത്ത്, അവിടെ തൊഴിലുറപ്പ് നടത്തും. അതിരുന്ന് നിന്റെ കാലിന്റെ ഇടയിൽ രോമം ഇരുന്ന നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുഞ്ഞാണി കൊണ്ട് കീറുന്നു. അതിന്റെ ഇളക്കത്തിലാണ് നീ ഇത്രയും വന്ന് എഴുതി വെച്ചത്. മനസ്സിലായോടാ? നിന്റെ കാലിന്റെ ഇടയിലെ രോമം അത് ഇനി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അത് തെറിയാണെന്നൊന്നും നീ കരുതണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാരും അതിന്റെ അടിയിലെ രോമം എടുക്കുന്നതാണ്.
മനസ്സിലായോ? മനുഷ്യരൊക്കെ ചില മനുഷ്യര് അതിന്റെ അടിയിൽ രോമം എടുക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അത് സ്വയം തൊഴിലാണെന്ന് കണ്ടെടുക്കും. സ്വയം തൊഴിലുറപ്പാ. അത് കാടും പടലും ഒക്കെ വെട്ടി കള. അത് നീ നടക്കുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ, കൊണ്ടു കീറുന്നു. അതിന്റെ ഇളക്കത്തിലാണ്, ആ കൊണ്ടു കീറുമ്പോഴുള്ള ആ ഒരു ഇതിലാണ് നീ ഇവിടെ വന്ന് ഇങ്ങനെ എന്നെ പറഞ്ഞിങ്ങനെ എഴുതി വെച്ചത്. നീ സ്വന്തമായിട്ട് ആ തൊഴിലങ്ങ് ഏറ്റെടുക്ക്, തൊഴിലുറപ്പ്. അല്ലെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ളയുടെ വെട്ടിക്കൊടുക്ക്. അതും സ്വയം തൊഴിലുറപ്പാ. നീ ഇതും പറഞ്ഞുകൊണ്ട് ഇനി വരരുത്. നാഗ എന്നെ ആക്ഷേപിച്ചു, രോമം വെട്ടാൻ പറഞ്ഞു എന്ന്. ആക്ഷേപമൊന്നുമല്ല, അത് നല്ലൊരു സ്വയം തൊഴിലാണ്. കാരണം അതിരുന്ന് ഇങ്ങനെ ചൊറിയുന്നു, അത് വളർന്നു നിൽക്കും. അത് ചൊറിയുന്നോണ്ടാണ് നിനക്ക് ഇങ്ങനെ ഭ്രാന്ത് മൂക്കുന്നത്. അവന് ഇന്നലെയും കൊണ്ടുവന്ന് എഴുതിയിട്ട് ഇന്നും കൊണ്ടുവന്ന് എഴുതിയിട്ട്. നിന്റെ ഈ എഴുത്ത് വായിച്ചിട്ട് ആൾക്കാരിരുന്ന് ചിരിക്കുക, എന്റെ മറുപടിയും കൂടെ കേട്ട്. നീ എന്നും വന്ന് എന്തോ വലിക്കാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ എഴുതിയിടുമ്പോൾ നിനക്ക് എന്ത് കിട്ടുന്നു? നീ എന്നെ നന്നാക്കാൻ വരരുത്. ഞാൻ പലവട്ടം പറഞ്ഞ എന്നെ നന്നാക്കാൻ വരരുതെന്ന്. ഞാൻ നിന്നെ നന്നാക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് പിന്നെ എന്തിന്റെ കഴപ്പാ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഞാൻ നിന്റെ വീട്ടിനകത്തിലെങ്ങാനും കയറി വരുന്നുണ്ടോ? ഇല്ല. നിന്റെ അയൽവക്കത്തില് എങ്കിലും തൊട്ടടുത്തെങ്ങാനും വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ നിന്റെ വീട്ടിലല്ല ഞാൻ കയറി വരുന്നത്. നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് നീ എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് എന്താ? ഇതിലൂടെ നീ ഇപ്പൊ ലോകത്തിലെ ഒരു കോമാളിയായി തീർന്നിരിക്കുകയല്ലോ. നീ എന്നെ എന്തൊക്കെയാണോ ചുമത്തുന്നത് അതെല്ലാം നീ ആയിക്കൊണ്ടേയിരിക്കുക. ആളുകൾ പറയുന്നത് നിന്നെ കൊണ്ടുവന്ന് പ്രാന്താശുപത്രി കൊണ്ടിടാനാ. നീ തന്നെയല്ലേ അതിന് കേൾപ്പിച്ചത്? ഞാൻ ഈ എഴുത്ത് വായിച്ചപ്പോഴേ എന്റെ ഈ സുന്ദരമായ മുഖവും ഈ എഴുത്തുകളും വായിച്ചപ്പോൾ നിനക്കുണ്ടായ മാനസിക വിഭ്രാന്തിയാണ്. ഞാൻ എന്ത് ചെയ്യാന്? എന്റെ പേജിനകത്ത് ഞാൻ ഇത് എഴുതിയിട്ടപ്പോഴേ നിനക്കുണ്ടായ മാനസിക വിഭ്രാന്തി, ആ വിഭ്രാന്തി കളയണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് എഴുത്. അപ്പൊ നിനക്ക് ആ വിഭ്രാന്തി അങ്ങ് തീരും. നിനക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള കഴിവില്ല, വീഡിയോ ചെയ്യാനുള്ള കഴിവില്ല, സംസാരിക്കാനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയും ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ നിന്റെയൊക്കെ ജീവിതം. ആ കുറച്ച് നാളത്തേനെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നീയൊക്കെ എത്രമാത്രം വിഡ്ഢിയായിരുന്നു എന്ന് നിനക്ക് തോന്നും. ഞാൻ നല്ല ബുദ്ധിയെ പറഞ്ഞു തരുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. സങ്കല്പത്തിൽ നിന്നും മാറി യഥാർത്ഥ ജീവിതത്തിലേക്ക് വാ. എന്നെ നന്നാക്കാൻ ഇറങ്ങിയതന്നു പോലും. എന്നെ നന്നാക്കാൻ ഇറങ്ങുവാണെങ്കിൽ ഇതുപോലെ തിരിച്ചും കിട്ടും. അത് ഏറ്റുവാങ്ങാനുള്ള ശക്തിയും മനഃശക്തിയും കൂടെ ഉണ്ടാകണം. പലർക്കും, ഒരാളോടല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യമാണ്. എന്നെ ആരെങ്കിലും നന്നാക്കാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ തിരിച്ചങ്ങോട്ട് കിട്ടുന്നതും കൂടെ വാങ്ങിക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം, മനക്കട്ടി ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒറ്റ ഒന്നും പോലും എന്നെ നന്നാക്കാൻ വരരുത്. അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അവന് ഈ എഴുത്തങ്ങോട്ട് വായിച്ചപ്പോഴത്തേന് അത് ഞാന് ശാസ്ത്രജ്ഞയാണ്, ഞാന് നൃത്തം ചെയ്യും, പടം വരയ്ക്കും, അതൊക്കെ അവന് കാണുമ്പോൾ അവന് സഹിക്കുന്നില്ല. നിനക്കതിനൊന്നും ഉള്ള കഴിവില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനോ കുഞ്ഞെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കഴിവിനെ നീ കഴിവുകേടായിട്ടാണ് കാണുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? നിനക്ക് വലിയ കഴിവുണ്ടെങ്കിൽ നീ ആ കഴിവ് സമൂഹത്തിൽ കാട്ടിക്കൊടുക്കണം. പക്ഷെ ഇനി കാട്ടാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ലോകത്തെല്ലാവരും നിന്നെ ഭ്രാന്തനാണെന്നാണ്ട് മുദ്ര കുത്തിക്കഴിഞ്ഞ്. നീ ഒരു കോമാളിയാടാ. ശരിയെങ്കില്